ഹലോ. നമ്മളിനി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് എഴുതിയിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ടെക്സ്റ്റിനകത്ത് ബുക്കിൻ്റെ ബാക്ക് സൈഡിലാട്ടോ, നമ്മുടെ നോട്ട്ബുക്കിൻ്റെ ബാക്ക് സൈഡിലാണ് ക്വസ്റ്റ്യൻസ്. അത് 1ഉം 2ഉം കംപ്ലീറ്റ് ചെയ്തെന്ന് തോന്നുന്നു അല്ലേ? കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാനുള്ളൊരു സബ്മിറ്റ് ചെയ്യുക. ഇനി അത് അറിയാൻ വയ്യ എങ്കിൽ ഡയറക്റ്റ് എനിക്ക് സബ്മിറ്റ് ചെയ്താലും മതി എഴുതിയിട്ട്. നിങ്ങൾ ഫുൾ ആൻസർ എസ് ഒന്നും എഴുതിക്കൊണ്ടിരിക്കേണ്ട, ഫില്ല് ചെയ്താൽ മതി. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ ഷോയിങ് ദ BAS സ്പെസിഫിക്കേഷൻസ് ഫോർ ലെയർ ഫീഡ്. ലെയർ ഫീഡിനകത്തുള്ള BAS സ്പെസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്രൂഡ് പ്രോട്ടീൻ, മെറ്റബോളിസബിൾ എനർജി, നമ്മുടെ ആ ചാർട്ട് പേപ്പർ ഇല്ലേ, ചാർട്ട് പേപ്പർ നമ്മുടെ ടേബിൾ സാധാരണ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ BAS സ്പെസിഫിക്കേഷൻസിനകത്ത്. ഗ്രോവറിൽ നമ്മൾ പറഞ്ഞു 11% ക്രൂഡ് പ്രോട്ടീനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഗ്രോവറിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രയാണ്, 16%, 16% ലെയർ ഫേസ് 2ലും 16%. നമ്മുടെ ടേബിളിലുണ്ട്, നിങ്ങൾ പഠിച്ച് കണ്ടുപിടിച്ച് എഴുതിക്കോളാം. ഇനി മെറ്റബോളൈസബിൾ എനർജി നമ്മുടെ ചിക്സിനകത്ത് എത്രയാണെന്ന് വെച്ചാൽ 2800 ഇവിടെ ഡാഷ് ഇട്ടേക്കുന്നത് ചിക്സിലാണ്. ലെയർ ഫേസ് 1ൽ നമ്മൾ 2600. നമുക്കറിയാവുന്നതാണ്, ടേബിൾ പഠിച്ചാലേ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ടേബിൾ ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളാം. യുവർ നെയ്ബർ ഈസ് റണ്ണിങ് എ ലെയർ ഫാം. നൗ ബേർഡ്സ് ആർ ഓഫ് 10 weeks ഓഫ് ഏജ്. വിച്ച് സിസ്റ്റം ഫീഡിങ് യു വിൽ സജസ്റ്റ് ഫോർ ദ ബേർഡ്സിന് ഏത് സിസ്റ്റമാണെന്ന്. അപ്പോൾ 1 മാർക്കാണ്. ഏതാ നിങ്ങൾ കൊടുക്കേണ്ടുന്നത്? റെസ്ട്രിക്റ്റഡ് ഫീഡിംഗ് ആണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് സിസ്റ്റം? നമ്മൾ പഠിച്ചു, അഡ്വാൻറ്റേജ് പഠിച്ചു, എഴുതിക്കോളാം. റൈറ്റ് ഇനി 2 ways ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ് സിസ്റ്റം. ഏതൊക്കെ രീതിയിലാണ്? നമ്മൾ 4-5 മെത്തേഡ്സ് പഠിച്ചു. അതിൽ എങ്ങനെയാണ് ഈ സിസ്റ്റം റെസ്ട്രിക്റ്റഡ് ഫീഡിങ് നമ്മൾ എങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് അതറിയാലോ, എല്ലാവർക്കും അറിയാലോ. സ്കിപ്പ് എ ഡേ ഫീഡിങ് ഇൻ എ വീക്ക്, ബേർഡ്സ് ആർ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഫീഡിങ് ടൈം പെർ ഡേ ക്യാൻ ബി റെസ്ട്രിക്റ്റഡ്. അതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, അത് എഴുതിക്കോളാം. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ. ഓപ്റ്റിമം FCR ഫോർ എ പ്രോഫിറ്റബിൾ ബ്രോയിലിംഗ് ഫാം ഷുഡ് ബി ബിറ്റ്വീൻ എത്രയാണ്? 1.8 to 2 ആണ്. FCR ബ്രോയിലർ ഫാമിൻ്റെ FCR എന്ന് പറയുന്നത് 1.8 to 2ഉം. ഫീഡ് എഫിഷ്യൻസി ഇൻ ലെയേഴ്സിൽ ഓർമ്മയുണ്ടോ? പെർ എഗ് മാസ് ആണെങ്കിൽ 2.2 ഓർ ലെസ് ആയിരിക്കും. അതൊന്നും ചോദിച്ചിട്ടില്ല. ഇതാണ് ആൻസർ, 1.8 to 2 A. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളാം. യു ആർ കണ്ടക്ടിങ് എ ഡിബേറ്റ് ഓൺ ഫോംസ് ഓഫ് ഫീഡ്. അതായത് ഒരു ഡിബേറ്റ്, നിങ്ങളുടെ ഏതൊക്കെ ഫീഡ്സ് ആണെന്നുള്ളത് ഫോമിനെ പറ്റിയിട്ടുള്ളത് ഡിബേറ്റ് നടക്കുകയാണ്. ദ ഗ്രൂപ്പ് ഒപ്പോസിങ് പെല്ലറ്റ് ഫീഡ് റേസസ് പോയിൻറ്റ്സ് സച്ചസ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ടു പെല്ലറ്റ് ദ മാഷ് ഫീഡ്. അതായത് പെല്ലറ്റിനെ പറ്റിയിട്ട് 2 ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഒന്നുകിൽ ഒരാൾ ഫീഡിനെ പറ്റിയിട്ട് നല്ല കാര്യം പറയും, മറ്റൊരു ഗ്രൂപ്പ് മോശം പറയുകയും ചെയ്യും. അപ്പോൾ പെല്ലറ്റ് ഫീഡിനെ പറ്റിയിട്ട് ഒപ്പോസ് ചെയ്യുന്ന ആൾക്കാർ, മോശം പറയുന്ന ആൾക്കാർ പറഞ്ഞു മാഷ് ഫീഡിനെയും കാട്ടി വില കൂടുതലാണെന്ന് പറഞ്ഞു. പെല്ലറ്റ് ഫീഡിങ് ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് കാനിബോളിസം ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇറ്റ് കനോട്ട് ബി ഫെഡ് ടു യങ് ചിക്സ് എക്സെട്ര അങ്ങനെയൊക്കെ പറഞ്ഞു. അവർ പെല്ലറ്റിൻ്റെ കുറച്ച് ദൂഷ്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് അറ്റ്ലീസ്റ്റ് 4 points സപ്പോർട്ടിങ് ദ പെല്ലറ്റ് ഫീഡ് ഫ്രം യുവർ സൈഡ്. നിങ്ങളുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫോംസ് എഴുതണം. അപ്പോൾ എന്താണ്? നമ്മൾ അഡ്വാൻറ്റേജസ് ആണ് എഴുതേണ്ടത്. ഓർമ്മയുണ്ടല്ലോ, ഫീഡ് വേസ്റ്റേജ് ഈസ് റെഡ്യൂസ്ഡ് ലേബർ ഫോർ ഫീഡിങ്, സെലക്റ്റീവ് കൺസംഷൻ ഓഫ് ഇൻഗ്രീഡിയൻസ് ഈസ് എലിമിനേറ്റഡ്, ഫീഡ് ഡസ്റ്റിനെസ് ഈസ് റെഡ്യൂസ്ഡ്, പെല്ലറ്റിൻ ഡിസ്ട്രോയ്സ് സം ബാക്ടീരിയ ഇൻ ദ ഫീഡ്. അതായത് അഡ്വാൻറ്റേജസ് ആണ് എഴുതേണ്ടത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പാൻഡ് ദ അബ്രിവിയേഷൻസ്. ഏതൊക്കെയാണ്? BIS എല്ലാവർക്കും അറിയാം, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. FCR എന്താണ്? ഫീഡ് കൺവേർഷൻ റേഷ്യോ. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. കമ്പയർ ദി ഫോളോയിങ് ടേംസ്. ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ്, നോൺ ന്യൂട്രിറ്റീവ് ഫീഡ് അഡിറ്റീവ്സ്. നമ്മൾ പഠിച്ചതാണ്, എഴുതിക്കോളാം. അടുത്ത B, അൺലിമിറ്റഡ് ഫീഡിങ്, റെസ്ട്രിക്റ്റഡ് ഫീഡിങ്, അറിയാലോ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ. കറക്റ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തൗട്ട് ചേഞ്ചിങ് ദ സ്ട്രക്ചർ ഓഫ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാതെ നിങ്ങൾ നോക്കണം. A part. Coccidiostates are feed supplements added to poultry diets to prevent salmonellosis. അപ്പോൾ സാൽമണലോസിസ് തടയാൻ വേണ്ടിയിട്ട് കോക്സിഡിയോസ്റ്റാറ്റ് കൊടുക്കുന്നു എന്ന്. അത് തെറ്റാണ്. എന്താണ് നമ്മൾ എഴുതേണ്ടുന്നത്? കോക്സിഡിയോസ്റ്റാറ്റ്സ് ആർ ഫീഡ് സപ്ലിമെൻറ്റ്സ് ആഡഡ് ടു പൗൾട്രി ഡയറ്റ്സ് ടു പ്രിവെൻറ്റ് കോക്സിഡിയോസിസ്. സാൽമണലോസിസ് അല്ല, കോക്സിഡിയോസിസ്. അടുത്ത B പാർട്ട്. എ 40% ഫീഡ് റെസ്ട്രിക്ഷൻ ഈസ് യൂഷ്വലി പ്രാക്ടീസ്ഡ് ഇൻ കേസ് ഓഫ് ലെയർ ബേർഡ്സ്. ലെയർ ബേർഡ്സിനകത്ത് നമ്മൾ എത്രയാണ് റെസ്ട്രിക്ഷൻ? 40% ഒന്നും നമ്മൾ ഒരിക്കലും കൊടുക്കത്തില്ല. എത്രയേ കൊടുക്കത്തുള്ളൂ? 7 to 8%. ആ 40%ന് പകരം 7 to 8%. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കാൽക്കുലേഷനാണ്. അത് നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് പഠിക്കാം. കാരണം ഞാനത് അല്ലാതെ പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഒന്നാമത് പ്രോബ്ലമാണ്. അത് നമുക്ക് ക്ലാസ്സിൽ എത്തിയിട്ട് പഠിക്കാം കേട്ടോ. ഒരു പ്രോബ്ലമാണ്.
അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. യുവർ നെയ്ബർ ഈസ് സ്റ്റാർട്ടിങ് എ പൗൾട്രി ഫാം ആൻഡ് വാണ്ട്സ് ടു നോ അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ റൈസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതായത് ഒരു പൗൾട്രി ഫാം നിങ്ങളുടെ നെയ്ബർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ റൈസ് അവർക്ക് യൂസ് ചെയ്ത് ഉപയോഗിക്കണം. ഗീവ് ഹിം ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ഇറ്റ്, വാട്ടർ റൈസിനെ പറ്റിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പ്രാക്ടിക്കൽ ആസ്പെക്റ്റ് ആണ്. നമുക്ക് ലാബിൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ സൈന മിസ് പഠിച്ചതിന് ശേഷം ഞാൻ പഠിപ്പിക്കാം, അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് ആർ നോട്ട് റെക്കമെൻഡഡ് ഇൻ പൗൾട്രി ഫീഡ്, ഗീവ് റീസൺ. അതായത് ആൻറ്റിബയോട്ടിക് ഗ്രോത്ത് പ്രൊമോട്ടേഴ്സ് പൗൾട്രി ഫീഡിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചു, എന്തുകൊണ്ടാണ് വരുന്നത്? ആൻറ്റിബയോട്ടിക് റെസിഡ്യൂസ് അനിമൽ പ്രോഡക്ട്സിനകത്ത് ഉണ്ടാവും അല്ലേ, അങ്ങനെ ബാക്ടീരിയ റെസിസ്റ്റൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് കൊടുക്കാത്തത്, നമ്മൾ പഠിച്ചതാണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ കോമൺ ഫീഡിങ് സിസ്റ്റം ഫോളോഡ് ഇൻ ലേയേഴ്സിലെ ഫീഡിങ് സിസ്റ്റം ഏത് തന്നെയാണ്? ഫേസ് ഫീഡിങ്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് സിസ്റ്റം? ഫേസ് ഫീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എന്താണ്, എഗ് പ്രൊഡക്ഷനും എഗ് വെയിറ്റും കൂടുന്നതിനനുസരിച്ച് ഫേസ് ഫീഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞതാണ്, അത് നോക്കി പഠിച്ചോളാം. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നോൺ ന്യൂട്രീറ്റീവ് ഫീഡ് അഡിറ്റീവ്? അതായത് നോൺ ന്യൂട്രീറ്റീവ് ഫീഡ് അഡിറ്റീവ് അല്ലാത്തത് ഏത്? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എല്ലാം ആദ്യത്തെ 3 ന്യൂട്രീറ്റീവാണ്. അമിനോ ആസിഡ്സ് മാത്രമാണ് ഏതെന്ന് പറയുന്നത് നോൺ ന്യൂട്രീറ്റീവിൽ പെടാത്തത്. മനസ്സിലായില്ലേ? ആദ്യത്തെ 3 നോൺ ന്യൂട്രീറ്റീവ് ഫീഡ് അഡിറ്റീവ്സ് ആണ്. അമിനോ ആസിഡ്സ് ന്യൂട്രീറ്റീവ് ഫീഡ് അഡിറ്റീവ്സ് ആണ്. ഓർമ്മയില്ല? വൈറ്റമിൻസ്, അമിനോ ആസിഡ്, ന്യൂട്രീറ്റീവിനകത്ത് ഏതൊക്കെയാണ് വന്നത്? വൈറ്റമിൻസും ട്രേസ് മിനറൽസ്, അമിനോ ആസിഡ്സ് ഒക്കെ നമ്മൾ പഠിച്ചതില്ല, അതെല്ലാം ന്യൂട്രീറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നോൺ ന്യൂട്രീറ്റീവ് ആണ്. അതായത് ആദ്യത്തെ 3 നോൺ ന്യൂട്രീറ്റീവ് ആണ്, ഇത് മാത്രമാണ് നോൺ ന്യൂട്രീറ്റീവ്. അപ്പോൾ മനസ്സിലായില്ലേ? ഇതാണ് 12 എണ്ണം നിങ്ങൾ എഴുതാം. അടുത്തത് നമ്മൾ യൂണിറ്റ് 4 ആണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.